ഗുരുവായൂരാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിലാണ്. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്ററെ കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ആള് പോസ്റ്റ് മാസ്റ്റർ മാത്രമല്ല, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഹിമാലയൻ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി വ്യക്തമായി ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഈ പോസ്റ്റ് ഓഫീസിലെ കുറേ പ്രത്യേകതകളുള്ള ഒരു പോസ്റ്റ് മാസ്റ്ററെ പരിചയപ്പെടാം. ക്ലിൻ ജെയിംസ് എന്ന ആ വ്യക്തിയുടെ വിശേഷങ്ങൾ ഇന്നറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി, ക്ലിൻ ജെയിംസ്. ഒന്നല്ല, ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. നമുക്ക് നമ്മുടെ പ്രൊഫഷൻ വെച്ച് തന്നെ തുടങ്ങാം അല്ലേ? പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷത്തോളമായി. പോസ്റ്റ് മാസ്റ്റർ ഗ്രേഡിലായിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സർവീസിൽ കയറിയിട്ടുണ്ട്. അതെ, ഏകദേശം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സർവീസിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഓഫീസുകളായ ചാവക്കാട്, അതുപോലെ കുന്നംകുളം ഹെഡ് ഓഫീസ്, തൃശ്ശൂർ ഡിവിഷൻ ഓഫീസ്, ഹോസ്റ്റലിൽ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് കമ്പ്യൂട്ടർ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരു 4 വർഷക്കാലം പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ഡിവിഷൻ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്വദേശം മറ്റാണ്. അപ്പോൾ വളരെ അടുത്ത് തന്നെ, പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിലുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് അപേക്ഷിച്ച് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. നമ്മൾ ഗുരുവായൂർ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആളുകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ, അതായത് കുറച്ചൊരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ പിൽഗ്രിംസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സീലൊക്കെ കിട്ടുന്നതുകൊണ്ട് ധാരാളം പേരുകൾ ആളുകൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ടോ ആ ഒരു സ്പെഷ്യൽ ഒരു സീലിനൊക്കെ ആയിട്ട്? അതെ, വരാറുണ്ട്. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ പോസ്റ്റ് ഓഫീസ് പോലത്തെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മെയിൻ ഡാക്കുകാർ, മുഖ്യ ഡാക്കുകാരാണ്, മെയിൻ പോസ്റ്റ് ഓഫീസാണ്, ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഓഫീസാണ്. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിന് ഒരു സ്വന്തമായിട്ടൊരു പെർമനൻ്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ ഉണ്ട്. അത് കേരളത്തിൽ 39 പെർമനൻ്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ശബരിമലയ്ക്കൊരു പെർമനൻ്റ് പിക്ചോറിയൽ അയ്യപ്പൻ്റെ ചിത്രത്തോട് കൂടിയിട്ടുള്ള 18 ഒരു ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരിനും ഉണ്ട്. അത് ആ ക്യാൻസലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഗുരുവായൂരിൻ്റെ കൊടിക്കൂറ, കൊടിമരം, അതുപോലെ മണി, ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കളക്ടേഴ്സ്, അതുപോലെ തന്നെ യാത്രക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ നിന്ന് കവറുകൾ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡുകൾ മേടിച്ച് അതിൽ ക്യാൻസൽ ചെയ്ത് തരാനായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. അത് ഓരോ ദിവസത്തെ ഡേറ്റിനനുസരിച്ച് ആ ഒരു സീലിന്റെ ഡേറ്റ് വരും അല്ലേ? പേര് പോലെ തന്നെ അത് പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ ആണ്. അപ്പോൾ ആ ഫെസിലിറ്റി പോസ്റ്റ് ഓഫീസ് ഉള്ള കാലത്തോളം ഉണ്ടായിരിക്കും, പെർമനന്റ് ആണ് അത്. അപ്പോൾ എല്ലാ ദിവസവും അതിന്റെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നാണെങ്കിൽ ഇന്നത്തെ ഡേറ്റിന് കിട്ടും, അടുത്ത നെക്സ്റ്റ് ആണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യലായ ദിവസങ്ങളിൽ ഇപ്പോൾ 11/12/2013 അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ 02/02 അങ്ങനെ വരുന്ന ഡേറ്റുകളിലും ആളുകൾ വന്നിട്ട് ക്യാൻസൽ ചെയ്യാറുണ്ട്. ആ ഡേറ്റ് ക്യാൻസലേഷൻ, അതെ, അങ്ങനെ ക്യാൻസലേഷൻ ചെയ്ത് മേടിക്കാറുണ്ട്. അതൊക്കെ ഇവിടെ ഒരു ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിന് ഒരു സന്തോഷമുള്ള മുഹൂർത്തമാണ്. അപ്പൊ അത്തരം ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കില്ലേ, ഇങ്ങനെ സ്പെഷ്യൽ ഡേറ്റ് വരുന്ന സമയത്ത്? കുറച്ച് പേര് ഇതിനു വേണ്ടി കളക്ടേഴ്സ് വരാറുണ്ട്. പിന്നെ ഗുരുവായൂരിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ അവരിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിലാറ്റ്ലി കളക്ഷൻ ചെയ്യുന്ന ആളുകൾ ഇവിടെ കയറാറുണ്ട്. കിട്ടുമോ, അവൈലബിൾ ആവുമെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്ന് നമുക്ക് സാധാരണ ഇപ്പോൾ ഈ ഒരു സീല് കിട്ടാനായിട്ട് നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ ഈ സീലോട് കൂടിയിട്ട് അയക്കും, അങ്ങനെയല്ല? അതെ, പോസ്റ്റ് ഓഫീസിനകത്ത് എല്ലാ ലെറ്റേഴ്സിനും ഇതേ സീല് ലഭിച്ചോണമെന്നില്ല. നമ്മളോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അവരോട് പ്രത്യേകം പറയുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. സ്പെഷ്യൽ സീല് വേണം എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായ ചാർജ് ഒന്നും തന്നെ ഇല്ല, ചാർജ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന നോർമൽ റൗണ്ട് സീൽ തന്നെയാണ് വരാറ്. അതിനകത്ത് ഓഫീസിന്റെ പേരും ഡേറ്റും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ ആണെങ്കിൽ ഈ ഗുരുവായൂരിന്റെ സ്പെഷ്യലായിട്ടുള്ള ക്യാൻസലേഷൻ അവർക്ക് കിട്ടും. അതൊരു നല്ലൊരു കളക്റ്റീവ് ഐറ്റം ആണ്, പലരും കളക്ട് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ജനുവരി മാസത്തിൽ ജനുവരി 1-ാം തീയതി ക്യാൻസലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലരും കാർഡുകൾ നമുക്ക് അങ്ങോട്ട് അയച്ചു തരും, മണി ഓർഡറുകൾ അയച്ചു തരും. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അത് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയും കളക്ടേഴ്സ് ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ രാജസ്ഥാനിൽ നിന്നൊക്കെ മണി ഓർഡറുകൾ അയച്ചു തരും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ അയച്ചു കൊടുക്കും. നമ്മുടെ തൃശ്ശൂർ തന്നെ ഇതുപോലെ 8ഓളം, തൃശ്ശൂർ 8ഓളം എന്നുള്ളൂ. അത് കലാമണ്ഡലത്തിലുണ്ട്, തൃശ്ശൂർ പൂരത്തിനുണ്ട്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം, അങ്ങനെ കുറച്ചാണ്, പാവറട്ടിപ്പള്ളി,
ആണ് ഉള്ളത്. പിന്നെ തൃശ്ശൂർ പൂരം ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിൽ ഫേമസ് ആയ ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ആണല്ലോ, ആ ക്ഷേത്രമാണല്ലോ ഗുരുവായൂർ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്, അവർ അന്വേഷിക്കാറുണ്ട്, നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ സ്പെഷ്യൽ ആക്കുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതെ, ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ഒരു മെയിൻ ഡാക്കർ, മുഖ്യ ഡാക്കർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റ് ഓഫീസാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ 3 മാത്രമേ ഉള്ളൂ. ഹെഡ് ഓഫീസിന് തൊട്ട് താഴെ വരുന്ന ഒരു കാറ്റഗറിയാണ് മുഖ്യ ഡാക്കർ. ഇതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, മുഖ്യ ഡാക്കർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ 3 ഉള്ളത്, ചാവക്കാട് ഉണ്ട്, പിന്നെ അയ്യന്തോൾ, അത് കഴിഞ്ഞ് ഗുരുവായൂരാണുള്ളത്. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായ സ്ഥലത്ത്, ഇത്ര വിശാലമായ സ്ഥലത്ത് സ്വന്തമായ ബിൽഡിങ്ങോട് കൂടിയിട്ടുള്ള മനോഹരമായൊരു ടെമ്പിളിൻ്റെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ നിർമ്മിതി. പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നല്ല എലവേഷൻ കൊടുത്ത്, ശരിക്കും ഇത് 2 നില 3 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ടെങ്കിലും ഒരു സിംഗിൾ ഫ്ലോറ് ഇങ്ങനെ നല്ല എലവേഷൻ കൊടുക്കുന്നത് നിങ്ങൾ പലർക്കും കണ്ടിട്ടുണ്ടാവില്ല. സ്വന്തമായി പോസ്റ്റ് മാസ്റ്റർക്ക് ക്യാബിൻ സൗകര്യങ്ങളൊക്കെ ഉള്ള വളരെ നല്ലൊരു ഓഫീസ്. കിഴക്കേ നടക്കില്ല, ഇവിടുന്ന് വേണമെങ്കിൽ ഒരു 100 മീറ്റർ കഴിഞ്ഞ നടപ്പുര ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടപ്പുര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അമ്പലത്തിനോട് ചേർന്ന ആ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഉത്സവം, ഏകാദശി കഴിഞ്ഞ് ഉത്സവം വരെയുള്ള നാളുകളിൽ, ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണ്, എപ്പോൾ നോക്കിയാലും ഇവിടെ ബിസി ആയിരിക്കും, ആളുകൾ പോകും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ റിക്വസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് ജോലിക്കാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗ്യവാനാണ് ഞാനും. പിന്നെ നമുക്ക് ഇവിടെ റൂം സൗകര്യം കൂടെ ഉണ്ട്. ഈ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് ഇവിടെ ഹോളിഡേ ഹോം ഉണ്ട്, ഇൻസ്പെക്ഷൻ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന AC റൂമുകളും ഉണ്ട്. ഇപ്പോഴും അത് മെയിൻ്റനൻസിലാണ്, പക്ഷെ വളരെ ചെറിയ റേറ്റിൽ, ശരിക്കും ഒഫീഷ്യൽസിലാണ്, സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് എല്ലാവർക്കും പറ്റും. അതിൽ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിന് പ്രിയോറിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 100 രൂപയ്ക്ക് ഒരു ദിവസം മുഴുവൻ നമുക്കിവിടെ ചിലവഴിക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് തൃശ്ശൂർ ജില്ലയിലെ ആളുകൾ തന്നെ, നമ്മുടെ ഡിവിഷനിലുള്ള ആളുകൾ തന്നെ ഇത് ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കും. കാര്യം എന്താ വെച്ചാൽ രാത്രി വഴിയിലൂടെയൊക്കെ നടക്കാന്ന് പറഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു ആംബിയൻസ്, ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ ഈ ഒരു കുറഞ്ഞ ചെലവിൽ നമ്മുടെ ഗുരുവായൂര് അതെ, ഇവിടെ ഗുരുവായൂരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി അല്ലെങ്കിൽ അവേളി ബേസിൽ മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും ഉത്സവത്തിന്റെ സീസണിൽ. ആ സമയത്ത് ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ചെറിയൊരു റേറ്റിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു സംവിധാനം, മീൻസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരുന്നു. ഇപ്പോൾ അത് മെയിൻ്റനൻസിലാണ്. അതിന് വലിയൊരു എമൗണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട് ഗവൺമെന്റ്. അപ്പോൾ അതിന്റെ മെയിൻ്റനൻസിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല സംവിധാനം വരുന്ന പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ എടുത്തു പറയേണ്ട ഒന്നാണ് അല്ലേ? അതെ, നമ്മൾ ആനകളുടെ കൂട്ടത്തിൽ ഒരു നല്ല തലയെടുപ്പുള്ള ആന എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ്. അപ്പൊ അതിന്റെ സാരഥിയായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മുടെ ഈ ഒരു തിരക്കുകൾക്കിടയിലും നമ്മൾ ഹരം കണ്ടെത്തുന്ന ഒന്നാണ് യാത്രകളുണ്ട്, ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ആണ് സാർ വർക്ക് ചെയ്യണതെന്ന് സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുള്ള ടൈം യാത്രകളും അതുപോലെ ബുക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. യാത്രകളോടുള്ള ഒരു ഇഷ്ടം അത് തുടങ്ങിയത് എപ്പോഴാണ്? യാത്രകൾ എനിക്ക് വളരെ മുമ്പേ ഇഷ്ടമാണെങ്കിലും ജോലിയിൽ കയറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊരു അത് സാമ്പത്തികമായ ഒരു രീതിയിലേക്ക് എത്തിയുള്ളൂ. പിന്നെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാം, അതിനുള്ള പൈസ തരും, ഫാമിലി ഉൾപ്പെടെ പോകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സിക്കിം, അതുപോലെ കൽക്കട്ട അതൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു ട്രക്കിങ്ങിന് പോകണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഹിമാലയൻ ട്രക്കിങ് പോകണം, അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഹിമാലയൻ ട്രക്കിങ്ങിൽ ഭയപ്പെടുത്തുന്ന 1-2 കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലാംഗ്വേജ് പ്രോബ്ലം. അവിടെ നമുക്ക് ഹിന്ദി അറിയാമെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിലും നോർത്ത് ഏരിയയിൽ അത് ഫലപ്രദമായിട്ട് അവർക്ക് ഹിന്ദി പോലും അറിയാത്തൊരവസ്ഥ വരും. രണ്ടാമത്തെ കാര്യം ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, നമുക്കൊരു ഇൻസെക്യൂരിറ്റിയാണ്. കാര്യം തനിയെ പോവല്ല ഒരു ഏരിയയിലേക്ക് അറിയാത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യാദൃശ്യമായിട്ട് എൻ്റെ കസിൻസ് തന്നെ ഒരു ആശയം വെച്ചത്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഹിമാലയൻ ട്രക്കിങ് പോകാമെന്ന്. എല്ലാവരും ആവേശത്തിലാണ് അത് സ്വീകരിച്ചത്. പക്ഷെ അവസാനം വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല സിറ്റുവേഷൻസ് വന്നു. പലരും പഠിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, ലീവ് കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ 5 പേര് അവസാനം 5 പേര് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയായി. അപ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് ഈ ട്രക്കിങ് പോയത്. അതിന്റെ വിശേഷങ്ങളാണ് ഈ ബുക്കിൽ ഹിമാലയൻ ട്രക്കിംഗ്. അതെ, ഇതില് നമ്മൾ സാധാരണ ഒരു ടൂർ പോവുക അല്ലെങ്കിൽ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജോയ്മെന്റ് കൂടുതലായിട്ടുള്ള നമ്മളൊരു സ്ഥലം കാണുക, ആസ്വദിക്കുക, അങ്ങനെയാണ്. പക്ഷെ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻജോയ് ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിട്ട് പോയിട്ട് കാര്യമില്ല. ട്രക്കിങ്ങിനായിട്ട് വേറൊരു മൈൻഡ് വേണം, അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ വേറെയാണ്. പോയി വന്ന്
കഴിഞ്ഞാലുള്ള അനുഭവങ്ങളും വേറെയാണ് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഈ ഒരു ബുക്ക്. നമ്മളൊരു ട്രക്കിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിമാലയൻ യാത്ര പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യ കൃതിയേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ഗൈഡ് ബുക്കാണ്. ഒരു ഹിമാലയൻ ട്രക്കിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം, അതിങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ അല്ലാതെ എൻ്റെ പ്രാക്ടിക്കൽ അനുഭവത്തോട് കൂടിയിട്ട് ഞാൻ അതിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കഥ പോലെ തോന്നും, പക്ഷേ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഒരു ട്രക്കിങ്ങിന് എന്തൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും. ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാഹിത്യം ഇട്ടിട്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇത് കാണുന്നു എന്നുള്ള ഇതിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പലരും ഈ ട്രക്കിംഗ് എന്ന് കേട്ടാൽ ഉള്ളിൽ വരുന്ന ഒരു ടൂറിൻ്റെ ഒരു അനുഭവമാണ്, ടൂറാണെന്ന് വിചാരിക്കുക, ഒരു യാത്ര അങ്ങനെയായിരുന്നു എൻ്റെയും ധാരണ. ശരിക്കും പറഞ്ഞാൽ ആ ധാരണ പൂർണ്ണമായി മാറ്റിയത് ട്രക്കിംഗ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇതിന് സാധാ ടൂറിന് വ്യത്യാസമായിട്ട് ഇതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് പൈസ ചിലവ് കൂടുതലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാ ടൂറിന് നമുക്ക് വേണ്ടത് മിനിമം ഒരു സ്വെറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു കുപ്പായ, കോട്ട്, ഓവർ കോട്ടൊക്കെയാണ് വേണ്ടി വരുള്ളൂ. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് തൊട്ട് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ ഹൈ റേഞ്ചിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ ഒരുപാട് വെള്ളമുണ്ട്. ഹിമാലയൻ നദികളൊക്കെ നല്ല റിച്ചാണ് വെള്ളത്തിൽ. പക്ഷെ അതൊന്നും നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ടവലുകൾ, ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതായത് ജസ്റ്റ് കഴുകുകയാണെങ്കിൽ ജസ്റ്റ് പിഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണങ്ങണം. അപ്പോൾ സിന്തറ്റിക് ഡ്രസ്സുകൾ എടുക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് ചിലവുള്ള കാര്യമാണ്. അതുപോലെ ട്രക്കിങ്ങിന് പോൾസ് വേണം. അവിടെ ട്രക്ക് ചെയ്ത് പോകാൻ പോൾസ് വേണം. നിസ്സാരമായ 2 വടികളാണ് നമുക്ക് തോന്നുന്നതെങ്കിലും വളരെ ഉപകാരപ്രദമായൊരു സാധനമാണ് ട്രക്കിംഗ് പോൾസ്. കാര്യം നമുക്ക് നമ്മുടെ ലഗേജ് സ്വന്തമായിട്ട് കൊണ്ടുപോകാനുണ്ട്. ഏകദേശം ഒരു 15 തൊട്ട് 20 കിലോ വരെയുള്ള ലഗേജ് നമ്മൾ പുറത്തിട്ടിട്ട് വേണം ട്രക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 2 കാല് അധികമായിട്ടുള്ളൊരു ഫീലിംഗാണ് ട്രക്കിംഗ് പോൾ ഉണ്ടായത്. ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഞാൻ കണ്ടൊരു സാധനമാണിത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് റെൻറ്റിന് എടുക്കാം. ട്രക്കിംഗ് പോൾസ് നമുക്ക് റെൻറ്റിന് എടുക്കാം. റെൻറ്റിന് എടുക്കുന്നതാണ് നല്ലത്. കാര്യം നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടും. നമ്മൾ ഇവിടുന്ന് അത് ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നിന്ന് ചീപ്പായി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയാൽ ഉപകാരപ്രദമാവില്ല. മാത്രമല്ല നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഇത് താങ്ങി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ട്രെയിനിൽ പോകുകയാണെങ്കിൽ അത് താങ്ങി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. നല്ല ഷൂസ് വേണം. ഷൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന 1500-2000 രൂപയുടെ ഷൂസ് ഒന്നും പോരാ. മിനിമം ഒരു 5000 റേഞ്ചിൽ വരുന്ന ഷൂസ് എങ്കിലും ആവശ്യമാണ്. കാര്യം അവിടെ സ്ലൈഡ് ചെയ്ത് തെന്നി പോകരുത്. മഞ്ഞിലൂടെയൊക്കെ നടക്കുന്ന സാഹചര്യം വരുന്നുണ്ട്. തെന്നി പോകരുത്. അത്രയും അവിടെ അറിയാലോ, അവിടെ തെന്നി കഴിഞ്ഞാൽ ലൈഫാണ് റിസ്ക് ആവുന്നത്. കാരണം നമ്മൾ വീഴുക എന്നുള്ളതല്ല, നമ്മൾ അതോടുകൂടി നമുക്ക് അപകടം വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ റെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ട്രക്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് റെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് കിട്ടും. ഒരു 1000 രൂപ 1400 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂസ് കിട്ടും. അതാണെങ്കിൽ പുത്തനായിരിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വൃത്തിയാക്കി തിരിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മരുന്നുകളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കരുതണം. ഇപ്പം നമുക്ക് ഒരു 8000 അടി ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് അവർ പറയുന്നത് 8000 ഫീറ്റാണ്. 8000 ഫീറ്റിന് മുകളിലാണെങ്കിൽ ഓക്സിജൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. മാത്രമല്ല നമുക്ക് അവിടെ വെച്ച് പനി അനുഭവപ്പെടും. പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന പാരസെറ്റമോളോ കാൽപോളോ കഴിച്ചാൽ അത് മാറില്ല. അതിനൊപ്പം അഡീഷണലായിട്ട് ഒരു ഡയമോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന അസുഖങ്ങൾ, അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിംറ്റംസ് അല്ല. സിംറ്റംസും വ്യത്യാസമുണ്ട്, അതിന് കഴിക്കേണ്ട മരുന്നുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് വായിക്കാവുന്ന ഒരു ചെറിയ ബുക്കാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാര്യം സാഹിത്യത്തെക്കാൾ ഉപരി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഹിമാലയത്തേക്ക് ഒരു യാത്ര പോകാൻ ഇരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിട്ട് പോകുന്ന ഒരു ബുക്കാണ് അല്ലേ? അതെ അതെ. നമുക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളും അതുപോലെ നമ്മൾ അവിടെ പോയപ്പോൾ നമുക്ക് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ലിയർ ആയിട്ട് ഇതിലുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ടൂർ പ്രിപ്പയർ ചെയ്തു, പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ട് ടൂർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമമായിരിക്കും. ടൂർ പോകാൻ പറ്റില്ല. പക്ഷെ ഇതിന് പ്രത്യേകതയുണ്ട്. ഇതിന് കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹിമാലയൻ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോകണ അവസാന സമയം വരുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ആ ട്രക്കിങ് ക്യാൻസൽ ചെയ്താലും നമുക്ക് കിട്ടിയ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പോൾ അതാണ് ട്രക്കിങ്ങിന്റെ ഒരു പ്രത്യേകത. മറ്റേ യാത്രകൾക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നിരാശ മാത്രം നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് അതല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇതിന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോയ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് കാറ്റഗറിയാണ്. ഈസിയും അല്ല ഹൈ റിസ്ക്കും അല്ല, അതിന് ഇടയിൽ വരുന്ന മോഡറേറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അതിന് പറയുന്ന കണ്ടീഷൻ 35 മിനിറ്റിൽ 5 കിലോമീറ്റർ ദൂരം ഓടുക എന്നുള്ളൊരു ഇതാണ്. കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത് ഓടി വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അത് ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട്, മൊബൈലിൽ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വാച്ചിലോ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ഓടാനായിട്ട്. അത് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്താലാണ് അവർ പെർമിറ്റ് ചെയ്യുക. അങ്ങനെ അവർ പെർമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടാസ്കുകളുണ്ട്. അത് കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. നമ്മൾ ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് MBBS ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് ആ ലെറ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നാലും അവർ പെർമിറ്റ് ചെയ്യണം. ഇതിനൊക്കെ എളുപ്പമാർഗ്ഗങ്ങളുണ്ട്, അതൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധങ്ങളിലേക്ക് വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കറക്റ്റ് അതിന് വേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 5 കിലോമീറ്റർ ദൂരം 35 മിനിറ്റിൽ ഓടാൻ അത്ര കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് കയറാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ട് അവർ
ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. അത് അവർ ട്രക്ക് കോർഡിനേറ്റർ എന്നാണ് പറയാം. അവർ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആക്കാതെ പോകുന്നത് വളരെ വലിയ റിസ്ക് ആണ്. അവർ ഗ്രൂപ്പ് രൂപീകരിക്കും, ആ ഗ്രൂപ്പിൽ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, നമ്മൾ അതുപോലെ ചെയ്യണം. ആ ഗ്രൂപ്പ് ട്രക്കിങ്ങിന് വേണ്ടി ഫോം ചെയ്യാലോ, ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് ട്രക്ക് കോർഡിനേറ്റർ ആണ്. ആ ട്രക്കിന് വേണ്ട നിർദ്ദേശങ്ങൾ മുഴുവൻ നമുക്ക് ട്രക്കിങ്ങിന് ഏകദേശം ഒരു 3 മാസം മുമ്പാണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്യുക. എല്ലാ നിർദ്ദേശങ്ങളും അതിൽ നിന്ന് തന്നുകൊണ്ടിരിക്കും. മോക്ഷത എന്ന് പറയുന്ന ഒരു ആളായിരുന്നു, അതിൻ്റെ ലേഡി ആയിരുന്നു അതിൻ്റെ ട്രക്ക് കോർഡിനേറ്റർ. പക്ഷെ അവർ ട്രക്കിന് ഞങ്ങളുടെ കൂടെ അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് ട്രക്ക് ലീഡർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് വരിക. ട്രക്ക് ലീഡർ ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾക്ക് വേണ്ടി വന്ന ട്രക്ക് ലീഡർ മിഹിർ ജയ്സ്വാൾ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്, മിഹിർ ജയ്സ്വാൾ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പഞ്ചാബിയാണ്, മീൻസ് പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. ചെറുപ്പക്കാരനാണ്. എവറസ്റ്റ് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രക്ക് ലീഡറാണ് അദ്ദേഹം, മിഹിർ ജയ്സ്വാൾ. ആ പുള്ളിയാണ് ഞങ്ങളുടെ ട്രക്ക് ലീഡർ. പക്ഷേ ഞങ്ങൾക്ക് അത് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ മനസ്സിലായുള്ളൂ. അതുവരെ എല്ലാ കാര്യങ്ങളും മോക്ഷത ആണ്, അവരാണ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. ഓടിയതിന് ശേഷം ആ മാപ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും പെർമിറ്റഡ് ആയി. അപ്പോൾ അതിന് ഓടുന്നതിനുള്ള ചെറിയൊരു ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഇതിൽ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സൂത്രപ്പണി ഞാൻ ചെയ്തു. അതെനിക്ക് പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ സത്യമാണ് എനിക്ക് പറയാനുള്ള കാര്യം, ഹിമാലയൻ ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ട്രക്ക് കോർഡിനേറ്റർ പറയുന്നത് അത് 100% അതേപോലെ തന്നെ അനുസരിച്ച് യാതൊരുവിധ കള്ളത്തരമില്ലാതെ ചെയ്യണം. എന്നിരുന്നാലും സക്സസ്ഫുൾ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ, ഹെൽത്തി ആയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഇതുപോലെ ചിലവുണ്ട്. അതുപോലെ നമുക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാനുള്ള സമയം ലീവ് നമുക്ക് കിട്ടിക്കോളുന്നില്ല. ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഫ്ലൈറ്റിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 ദിവസം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. തിരിച്ചു വരാനായിട്ട് 1.5 ദിവസം വരും. ട്രെയിനിലാണെങ്കിൽ അത് ഡബിൾ ആവും. 3 ദിവസം അങ്ങോട്ട് 3 ദിവസം ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ നമ്മളൊരു 6 ദിവസമാണ് ട്രക്ക്. ഞങ്ങളുടെ പാക്കേജ്, ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് 6 ദിവസമാണ് ആ ടൈം എടുത്തത്. അപ്പോൾ ആ സമയം കൂടി നമ്മൾ കാണണം. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഇടയിൽ അത് കിട്ടാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സാറിനെ സമീപിച്ചപ്പോൾ സാറ് 100%, ഞങ്ങളുടെ സൂപ്രണ്ട് സാറ് 100% സന്തോഷത്തോടെ എനിക്ക് ലീവ് സാങ്ഷൻ ചെയ്ത് തന്നു. അപ്പോൾ എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും അവിടെ നിന്ന് ഉണ്ടായില്ല. ഡിപ്പാർട്ട്മെൻറ്റ് 100% സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ സുഖമായിട്ട് അങ്ങോട്ട് പോയി. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഹർക്കിദൂൻ എന്ന് പറയും. പലരും ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് എന്താണ് ഹർക്കിദൂൻ എന്നറിയാൻ വേണ്ടി വായിച്ചവരുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഹർക്കിദൂൻ എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഉള്ളൊരു മനോഹരമായൊരു താഴ്വരയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു താഴ്വരയാണ്. പക്ഷേ ആ താഴ്വരയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന 11,600 അടി ഉയരത്തിലേക്ക് എത്തണം. ട്രക്ക് ചെയ്ത് നമ്മൾ കയറണം. ട്രക്ക് ചെയ്യാനായിട്ട് വൺ സൈഡ് ഏകദേശം 20 കിലോമീറ്റർ നമുക്ക് നടക്കാനായിട്ട് നമ്മുടെ ലഗേജ് വെച്ചിട്ട് തന്നെ നമ്മൾ നടക്കണം. തിരിച്ചിറങ്ങുമ്പോഴും ആ ലഗേജ് കുറച്ച് കുറയുന്നല്ലാതെ നല്ല നമ്മൾ ട്രക്ക് പുറത്ത് എടുത്തു കൊണ്ടുവരണം. ട്രക്ക് ചെയ്യാനായിട്ട് ഒരു സൈഡ് 20, തിരിച്ച് 20, അങ്ങനെ മൊത്തം 40 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാലാണ് ഈ മനോഹരമായ താഴ്വരയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ ഹർക്കിദൂൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ താഴ്വര എന്നുള്ള അർത്ഥത്തിലാണ് ഹർക്കിദൂൻ ഉപയോഗിക്കുന്നത്. ദൂൻ എന്ന് വെച്ചാൽ താഴ്വരയാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൗൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ. ആ ഡെറാഡൂണിന് ഏകദേശം 200 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ ചെറിയ ഗ്രാമം, ഈ സ്ഥലം എത്തുന്നത്, ബേസ് ക്യാമ്പ് എത്തുന്നത്. അത് നമ്മൾ ഒരു ബസ് മാർഗ്ഗമുള്ളൂ. വളരെ സാഹസികമായ ഒരു യാത്രയാണ്. നമ്മൾ ഊട്ടി കൊടൈക്കനാൽ പോയിട്ടുള്ളവർക്ക് ചെറിയൊരു അനുഭവം ഉണ്ടാവുമെങ്കിലും അതിനേക്കാളൊക്കെ എന്താ പറയുക 10 മടങ്ങ് സാഹസികമായിട്ടൊരു മലഞ്ചെരിവിലൂടെയുള്ളൊരു യാത്രയാണ് അത് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 10 മണിക്കൂറുണ്ട് ആ ബസ് യാത്രയ്ക്ക്. ആ ബസ്സിനകത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കസിൻ ഈ ട്രക്കിങ് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും ഈ പോർഷൻ, അതായത് ഈ 10 മണിക്കൂറിൻ്റെ യാത്ര എനിക്കൊരു ടെൻഷനായിരുന്നു. ശരിക്കും എങ്ങനെ യാത്ര ചെയ്യാൻ എത്തുന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചെക്കൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗ്രാമീണരുമായിട്ട് ഇടപഴകാനുള്ളൊരു അവസരമായിട്ട് ഇതിന് കണ്ടാൽ മതി ക്ലിൻറ്റ് ചേട്ടാ എന്നാണ് എന്നോട് പറഞ്ഞത്. അത് ശരിക്കും അങ്ങനെ തന്നെയായി. അത് ബുക്കിലുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ. ചെറിയ ബുക്കാണെങ്കിൽ ഇതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രക്കിങ്ങിന് അവിടെ എത്തിയ ലൊക്കേഷൻ ബേസ് ക്യാമ്പിൽ തൊട്ട് തന്നെ റേഞ്ച് കുറവാണ്. ഇലക്ട്രിസിറ്റിക്കൊക്കെ പരിമിതിയുണ്ട്, വെള്ളത്തിന് പരിമിതിയുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരും. ട്രക്ക് ലീഡർ നമ്മുടെ കൂടെ വരും. ആൾ നല്ല ജോലിയായ മനുഷ്യനായിരുന്നു. ഞങ്ങളൊക്കെ ടീമാക്കി എടുക്കാനൊക്കെ അവർക്ക് സാധിച്ചു, അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളിങ്ങനെ ടീമായി പോകുന്ന സമയത്ത് ചില ആൾക്കാർ സ്ലോ ആയിരിക്കും, ചില ആൾക്കാർ ഫാസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്താണോ? കറക്റ്റ്. അതൊരു നല്ല കാര്യമാണ്. അതായത് പലരും ഒരേ സ്പീഡായിരിക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീം, ഞങ്ങൾ മലയാളികളായ കസിൻസ് 5 പേരായിരുന്നു ഏറ്റവും പുറകിൽ. ബാംഗ്ലൂരിൽ നിന്ന് ലേഡീസിൻ്റെ ഒരു സംഘം വന്നിരുന്നു. അവർ ജിമ്മൊക്കെ ട്രെയിൻ ചെയ്യുന്ന ലേഡീസാണ്. അപ്പോൾ അവരൊക്കെ വളരെ മുമ്പിലായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ 100 കിലോ പവർ ലിഫ്റ്റ് ചെയ്യും, 120 കിലോ പവർ ലിഫ്റ്റ് ചെയ്യും എന്നൊക്കെയാണ്. നമ്മുടെ ഇരട്ടി വെയിറ്റ് അവർ പവർ ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിലൊരു പേടിയായിരുന്നു. കാര്യം നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്.
നമുക്ക് ആർക്കെങ്കിലും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ട്രക്ക് ലീഡർ ഉണ്ടായിരിക്കും. അതുകൂടാതെ ട്രക്കിനെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് പേര് അവിടുത്തെ ഉണ്ടായിരിക്കും. അവരൊക്കെ ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർ തന്നെയാണ്, തദ്ദേശീയരാണ്. അപ്പോൾ അവർക്ക് ഈ പൂളൊന്നും വേണ്ട. അവർ മലയിലും കുന്നും ചെരുവിലൊക്കെ താമസിച്ചവർ, അവർക്ക് ക്ലൈമറ്റും പ്രശ്നമല്ല. അവർ ബാഗ് ഇട്ടിട്ട് ഏറ്റവും പുറകിൽ ആളുടെ പുറകിൽ അവർ നിൽക്കും, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ഏറ്റവും പുറകിൽ അവരുണ്ടാവും, ഏറ്റവും മുമ്പിൽ ഒരാളുണ്ടാവും. ട്രക്ക് ലീഡർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത് കമോൺ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത്. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരും. കാര്യം ചില മേഖലകളിലൊക്കെ നമുക്ക് ട്രക്ക് പോൾസ് എന്ന് പറഞ്ഞല്ലോ, അത് കയ്യിൽ വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ വേരുമൊക്കെ പിടിച്ച് കയറേണ്ട അവസ്ഥ വരും. അത്രയും പീക്കായ അവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ താഴത്തേക്ക് നോക്കാൻ, അതെങ്ങനെയാ ആ സമയം കടന്നു പോയെന്ന് എനിക്കറിയില്ല. കാര്യം അത്രയും ടഫ് തന്നെയാണ്. അതൊക്കെ ഒരു അപകടമില്ലാണ്ട് കടന്നുപോയി. പക്ഷേ ഇതിനിടയിൽ ഒരു അപകടം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ടെൻറ്റ് അതൊക്കെ അവർ ചെയ്തു തരും. അത് കൊണ്ടുവരുന്ന ഒരു കോവർ കഴുതിയാണ് അവിടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗം. ഞങ്ങളുടെ ഫുഡ് കൊണ്ടുവന്നിരുന്ന ഒരു കോവർ കഴുത തെന്നിപ്പോയി, തെന്നി താഴോട്ട് വീണ് അപകടം പറ്റി. അപ്പോൾ അവിടെ പിന്നെ ആശുപത്രികളോ ചികിത്സിക്കാനൊന്നുമില്ല. അതിൻ്റെ മീൻസ് അതങ്ങനെ തീരും, വേറെ ഒന്നും മാർഗ്ഗമില്ല. അപ്പം എന്നിട്ട് ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു കോവർ കഴുത വന്നിട്ടാണ് ഈ ഫുഡും സാമഗ്രികളും അവിടേക്ക് വീണ്ടും എത്തിച്ചത്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കോവർ കഴുതയുടെ മുകളിൽ നമ്മളെ കയറ്റി ഇരുത്തിയിട്ട് ഒരാളെയും വിടും, അങ്ങനെ ബേസ് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഞങ്ങളുടെ യാത്രേൻ്റെ ഇടയിൽ ഒരു ഏടി ഇതേപോലെ ബുദ്ധിമുട്ടായിട്ട് കോവർ കഴുതയുടെ പുറകിൽ തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു. അത് വളരെ റിസ്ക് ഉള്ളൊരു യാത്രയാണ്. കാര്യം എന്ന് വെച്ചാൽ കോവർ കഴുത നമ്മൾ പുറത്തിരിക്കുന്നുണ്ടെന്ന് മൈൻഡ് ചെയ്തിട്ടൊന്നല്ല അത് യാത്ര ചെയ്യുന്നത്. അത് ചെരുവ് കണ്ടാൽ അത് ചെരിയും, നേരെയാണെങ്കിൽ പൊങ്ങും. നമ്മൾ വളരെ എന്താ പറയുക, ഒരു റിസ്ക് ആയിട്ടുള്ളൊരു ജേണിയാണ്. അങ്ങനെ വരരുതെന്ന് നിങ്ങൾ ആ ട്രക്കിൽ ഉടനീളം പ്രാർത്ഥിച്ചൊരു സംഭവമാണ്. ഒരു തരത്തിലും മടങ്ങി വരേണ്ട ആവശ്യം ഒരാൾക്കും വരരുതെന്നുള്ളത്. ആർക്കും വന്നില്ല. പിന്നെ അത്രയും സിറ്റുവേഷൻ ആണെങ്കിൽ ആ മേഖലകളിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൈവറ്റ് പാർട്ടിക്കൊന്നും പറ്റില്ല. ആർമിക്ക് മാത്രമാണ് അവിടെ അലൗഡ്. അത് ഉത്തരാഖണ്ഡ് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ആർമിയുടെ പെർമിഷൻ്റെ അവർ ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ അടിയന്തര സിറ്റുവേഷനിൽ നമുക്ക് തരും. തീരെ ഒറ്റപ്പെട്ട് പോയ സാഹചര്യം വരികയാണെങ്കിൽ ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ ഉണ്ട്, അതിന് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രക്കിംഗ് കമ്പനി അതിനുള്ള ഇൻഷുറൻസ് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹെൽത്തി ആയിരിക്കണം. മെന്റലി ഫിസിക്കലി ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി വരാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് യാത്രയിലിടയിൽ ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് പേര് മടങ്ങിയിട്ടുണ്ട്. ട്രക്ക് അവസാന സമയത്തേക്ക് എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാനൊരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും. ട്രക്ക് കംപ്ലീറ്റ് ചെയ്താൽ വളരെ സന്തോഷം തന്നെയാണ്. അത് ഭയങ്കര ആർപ്പുവിളിയും സന്തോഷമായിരുന്നു. ട്രക്ക് ബാനറുകളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ബാനറുകൾ ഞങ്ങളുടെ ടീമിൻ്റെയും വീട്ടുകാരുടെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉയർത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കലും അങ്ങനെ രസകരമായ അനുഭവമായിരുന്നു. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രക്കിലുടനീളം നമ്മളെ ഹിമാലയൻ നായ്ക്കൾ, ഹിമാലയത്തിൽ കാണുന്ന ചില നായ്ക്കളുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല നായ്ക്കളാണ്. അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അവർ നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല, ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് നല്ല ഭംഗിയുള്ളതാണ്, നല്ല ക്യൂട്ടാണ്. നമുക്ക് അവരെ ഓമനിക്കാനൊക്കെ തോന്നും. നമുക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഇത് അവർക്ക് കൊടുക്കും. അതെല്ലാ ട്രക്കേഴ്സും ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഹിമാലയത്തിൽ നമ്മുടെ കൂടെ ഫുൾ ടൈം ഒരു പ്രൊട്ടക്ഷൻ പോലെ അവരുണ്ടായിരിക്കും. അത് സാധാ നല്ല സ്റ്റൗട്ടായിട്ടുള്ള വലിയ നായ്ക്കൾ, നല്ല ഭംഗിയുള്ളത്. അത് അവസാനം ഈ താഴ്വരയിൽ എത്തുമ്പോൾ അവരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിലും ഉണ്ട് പുള്ളി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു വേറെ നായാണ്. ഓരോ സ്ഥലത്തുനിന്നും വേറെ ആൾക്കാരാണ് നമ്മുടെ വരിക. അപ്പോൾ അതൊരു നല്ല അനുഭവം. പിന്നെ അവിടുത്തെ ഗ്രാമീണർ കോവർ കഴുതനെ സ്വന്തമായി വളർത്തുന്നുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഈ പറയുന്ന ഭാവനയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ഏകദേശം ഒരു 700 വർഷമായിട്ടൊരു മാറ്റമില്ലാത്തൊരു ഏരിയയാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, മൊബൈൽ സിഗ്നൽ ഇല്ല, വെള്ളം അവർ കോരി ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ നിലം ഉഴുതു മറിക്കുന്നു, കാളനെ വെച്ചിട്ട് ഉഴുതിട്ടാണ് കൃഷി ചെയ്യുന്നത്. വീടുകളുടെ ചുമരുകളിൽ നിന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് സമൃദ്ധമായി ലഭിക്കുന്ന കല്ലുകൾ, അതുപോലെ മരം, അതാണ് ഉള്ളത്. മേൽക്കൂര കരിങ്കൽ പാളികൾ ഇങ്ങനെ മേഞ്ഞിരിക്കുകയാണ്. അതല്ലാതെ നമ്മൾ കാണുന്ന കോൺക്രീറ്റോ സിമെൻറ്റോ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പം മഞ്ഞ് വീഴുന്ന സമയത്ത് അതിന് വന്ന് കൂടി അടിഞ്ഞുകൂടാനും ഒഴുകി പോകാനും വേണ്ടിയിട്ടാണ് കരിങ്കൽ പാളികൾ മേഞ്ഞിരിക്കുന്നത്. അതേ പഴയ ഒരു 500 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ സാമ്പത്തികമായുള്ളവരൊക്കെ നാട്ടിൽ നിന്ന് താഴ്ത്തുനിന്ന് ഡെറാഡൂണിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ അവിടെ വീട് പണിയുമ്പോൾ വീട് പണിയാനായിട്ട് പ്രത്യേകിച്ച് പണിക്കാശൊന്നുമില്ല. ഒരു വീട്ടുകാർ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ എല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി മരം കല്ല് കൊടുത്ത് വീട് പണിയുന്നു. തിരിച്ചിവിടെ വീട് പണിയുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് വീട് പണിയണം. അല്ലാതെ അപ്പോൾ ഒരു ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. അതല്ലാതെ കൂലിക്ക് പണിയുന്ന രീതി അവിടെ ഇല്ല. അതിന് അത്രയും കുറച്ച് ആളുകളെ അവിടെ ഉള്ളൂ. അതൊരു പ്രത്യേക കൾച്ചർ തന്നെയാണ്. ആ കൾച്ചർ പരിചയപ്പെടുക എന്നുള്ളതും ഈ ട്രക്കിങ്ങിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. വളരെ സന്തോഷകരമായൊരു യാത്ര ട്രക്കിംഗ് ആയിരുന്നു. ജീവിതത്തിൽ നമ്മൾ മറക്കില്ല. നമുക്കറിയാം എല്ലാ യാത്രകളും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരും. പക്ഷേ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഇരട്ടി അനുഭവങ്ങൾ ഉണ്ടാവും. അത് ഞാൻ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തൊരു ട്രക്കിംഗ് പ്ലാൻ ഒക്കെ ഉണ്ട്. അടുത്ത ട്രക്കിംഗ് പ്ലാൻ ഉണ്ട്. ഈ ട്രക്കിങ്ങിന് പോയപ്പോഴാണ് ഈ ട്രക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ രീതികളൊക്കെ പിടികിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടൊന്ന് പോകാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അത് എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. നേപ്പാളിലാണ് അത്. അപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കാര്യമായിട്ട് വേണം. കാര്യം വിദേശ രാജ്യം ആയതുകൊണ്ട് നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഏകദേശം
5.5 കിലോമീറ്റർ ഉയരത്തിലാണ് ബേസ് ക്യാമ്പ് നിൽക്കുന്നത്. അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രക്കിങ്ങിന് നമുക്ക് പെർമിഷൻ കിട്ടാൻ ഏകദേശം 1 വർഷം കാത്തിരിക്കണം. അത് അത്രയും ബുക്കിടാണത്, ബുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റ് ട്രക്കിംഗ് പ്ലാൻ. അതിനെക്കുറിച്ച് ഒരു ബുക്ക് പോയതിന് ശേഷം വേണമല്ലോ എഴുതാനായിട്ട്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിങ്ങനെ പോകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാ അതിന്റെ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പോകാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുകളില്ല. അല്ലെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ടീമുകളുടെ കൂടെ പോകാം. ഞാൻ പോയത് ഇന്ത്യ ഹൈക്സ് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് ടീമിൻ്റെ കൂടെയാണ്. അതുപോലെ ഒരുപാട് ട്രക്കിംഗ് ടീംസ് ഉണ്ട്. ഇന്ത്യ ഹൈക്സ് എന്ന് പറയുന്നത് അത് അത്ര എക്കണോമിക്കലായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ്. സാധാരണക്കാർക്ക് ആർക്കും പോകാവുന്ന ഒരു ട്രക്കിംഗ് ആണ്. അവർ വേണ്ട ഗൈഡൻസ് തരും, ട്രക്ക് ലീഡറിന് തരും, ട്രക്ക് കോർഡിനേറ്റർ ഗ്രൂപ്പ് ഫോം ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് തരും. ഒരു 100% സപ്പോർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫുഡ് വെജിറ്റേറിയൻ ആയിരിക്കും, പ്രത്യേകം പറയണം, ഫുഡ് വെജിറ്റേറിയൻ ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. ബാക്കി അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ലേഡീസിനൊക്കെ പോകാവുന്ന വിധത്തിൽ സുരക്ഷിതമായിട്ട് രീതിയിലാണ് അവർ ചെയ്യുന്നത്. അവർ ടെൻ്റ് അടിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ സുരക്ഷിതമായ സ്ഥലങ്ങളാണ് വേണ്ട സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ടീം തന്നെയാണ് ഇന്ത്യ ഹൈക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇഷ്ടമുള്ള ടീമിൻ്റെ കൂടെ പോകാൻ പ്രശ്നമില്ല. പക്ഷേ ഒരു നല്ല ടീമാണ്. ലേഡീസിനൊക്കെ പോകാവുന്ന തരത്തിൽ നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് അവർ പറയുന്നുണ്ട്. അവിടെ എന്ത് അപകടം സംഭവിച്ചാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബേസ് ക്യാമ്പിൽ എത്തിക്കാനും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഫെസിലിറ്റി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ട്രെയിൻഡായ ലീഡേഴ്സാണ്, ടീം ലീഡേഴ്സാണ്. അവർ തന്നെ അത് പറയുന്നുണ്ട്, ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പോയി വന്ന് നല്ലതും മോശമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ട്രക്കിങ്ങിന് പോകാനുള്ള പരിശീലനമൊക്കെ തുടങ്ങിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിശീലനം അതിനുവേണ്ടി ആരംഭിച്ചതാണ്. ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇനി പോകുന്നത് ഏകദേശം ഇതിനേക്കാളും കൂടിയൊരു ആൾട്ടിറ്റ്യൂഡിലേക്ക് ആയതുകൊണ്ട് വേണം. പക്ഷെ നമ്മൾ എത്ര പരിശീലിച്ചാലും നമുക്ക് സ്വാഭാവികമായൊരു ശരീരപ്രകൃതി ഉണ്ടല്ലോ, നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അലർജികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊക്കെ മരുന്നുകളൊക്കെ മേടിച്ച് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ഒരു തവണ ട്രക്കിങ്ങിന് പോകാനാണ് എനിക്ക് ആഗ്രഹം. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ബുക്കായിട്ട് ഇറക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇത്തരം ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിലുള്ള വായനയല്ല, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വായനയാണ്. അതായത് ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് അവർ പറഞ്ഞു തന്നിട്ട് നമ്മൾ അറിഞ്ഞ് അങ്ങനെ പോകാം. പക്ഷേ പോയി വന്ന ഒരാൾ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലെ വളരെ ലളിതമായ ഭാഷയിലാണ് കാര്യങ്ങളൊക്കെ ഇതിൽ വിവരിച്ചിട്ടുള്ളത്. പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും അതുപോലെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ദോഷം ചെയ്ത കാര്യങ്ങളും എല്ലാം ഇതിലൂടെ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വായന കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ബുക്കിന്റെ പേര് ഇതാണ്, ഹർ കി ദുൻ ഹിമാലയൻ ട്രക്കിംഗ്. ഈ പേര് വന്നത് നമ്മൾ തന്നെ, ഈ പേര് ഞാൻ തന്നെ ഇട്ട പേരാണ്. ഹർ കി ദൂനിലേക്ക് പോയി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഹിമാലയൻ എന്ന് പറയുന്നത് ഹിമാലയൻ ട്രക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു പേരാണ്. അപ്പൊ നമുക്കൊരു ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുള്ള ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വായിക്കണം എന്ന ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് സാറിന്റെ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സാറിനെ കോൺടാക്ട് ചെയ്യാം. അല്ല ഇനി നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പോസ്റ്റ് ഓഫീസിൽ വന്ന് സാറിനെ കാണുകയും ചെയ്യാം, ബുക്ക് വാങ്ങിക്കുകയും ചെയ്യാം, വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഡയറക്റ്റ്ലി നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് കാണുകയും ചെയ്യാം അല്ലേ? പോസ്റ്റ് ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും പല പല അനുഭവങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ചും ഗുരുവായൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പോസ്റ്റലിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ആധാർ എനബിൾഡ് പേയ്മെന്റ് സർവീസ്, AEPS എന്ന് പറയും, ആധാർ എനബിൾഡ് പേയ്മെന്റ് സർവീസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ആയാലും, ഏത് ബാങ്കിൽ അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് വയ്ക്കുന്നത്. ആ ഡിവൈസിൽ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ബാങ്കിൽ അക്കൗണ്ട് ആയിക്കോട്ടെ അതിന് പൈസ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും. അത് ഉപയോഗപ്രദം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ഏകദേശം ഒക്ടോബർ അവസാനം മുതൽ ഫെബ്രുവരി വരെ ഉത്സവത്തിൻ്റെ സീസണാണ്. ഏകാദശി കഴിയുന്നു, പിന്നെ ആനയോട്ടം ഉത്സവം അങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്തും പാരലായിട്ട് ശബരിമല സീസണും ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് വന്ന ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർ ഭൂരിഭാഗം പേരും ഗുരുവായൂർ സന്ദർശിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഗുരുവായൂർ എത്തുന്നത്. അപ്പം ഈ ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ടെമ്പിൾ ടൗൺ ആണ്, ചെറിയൊരു സ്മോൾ ടൗൺ ആണ്. അപ്പോൾ ആ ടൗണിൽ ഈ അയ്യപ്പന്മാരെത്തുന്ന സമയത്ത് ATMs ഒക്കെ ക്യാഷ് ഔട്ട് ആവും. നമ്മളൊരു ദിവസം ക്യാഷ് ഫില്ല് ചെയ്താൽ പിറ്റേ ദിവസം പുലർച്ചെ പൈസ ഉണ്ടായിരിക്കില്ല. കാര്യം അത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ട് ATM എല്ലാം, ബാങ്കിൻ്റെ ATMസും പോസ്റ്റ് ഓഫീസിൻ്റെ ATM ഉൾപ്പെടെ മോർണിംഗ് കാലത്താകുമ്പോഴേക്കും ക്യാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു തെലുങ്കാനയിൽ നിന്നുള്ളൊരു അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ആവശ്യം പറഞ്ഞു.
ഇങ്ങനെ പൈസ പോസ്റ്റൽ ATM ഒന്നും കിട്ടുന്നില്ല, കാലത്താണ്, വളരെ നേരത്തെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ബാങ്കിൽ ATM ഉണ്ടോയെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി സഹായിച്ചു. കാര്യം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്നതാണ്. ചെന്നു, പക്ഷേ ആ ക്യാഷ് ഔട്ട് ആയിരുന്നു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ ഞാൻ APS ഫെസിലിറ്റി ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ബാങ്ക് അക്കൗണ്ട് ആധാർ എനബിൾഡ് ആണോ? അപ്പോൾ ആണെന്ന് പറഞ്ഞു അദ്ദേഹം. അത് വെച്ച് നമ്മുടെ പോസ്റ്റ്മാനെ വരുത്തി ഫിംഗർ പ്രിൻറ്റ് വെച്ച് അദ്ദേഹത്തിന് പൈസ കൊടുത്തു. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അതേ ആ ഫെസിലിറ്റിയെ കുറിച്ച് അറിയില്ലാന്ന് തോന്നുന്നു. വളരെ താങ്ക്സ് പറഞ്ഞു. കാര്യം പിന്നെ ക്യാഷ് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും ATM ഒക്കെ ഉച്ചയായിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് അപ്പോൾ തിരിച്ചു പോകേണ്ട ആളാണ്. വളരെ നന്ദി പറഞ്ഞു, ഒരുപാട് സന്തോഷം പറഞ്ഞു. അതെനിക്കൊരു വളരെ നല്ലൊരു അനുഭവമായിട്ട് ഒരു ഭക്തനെ സഹായിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഗുരുവായൂർ വന്നിട്ടൊരു തെറ്റായ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷവാനായിട്ട് മടക്കി അയക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ മറ്റനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ തിരക്കുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ചില സമയത്തും ഇവിടെ എത്ര നല്ല സ്ഥലങ്ങളാണെങ്കിലും ചില കള്ളന്മാരൊക്കെ എല്ലായിടത്തും കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ പോക്കറ്റ് അടിയൊക്കെ നടന്നിട്ട് പൈസ എടുത്തതിന് ശേഷം ആ പേഴ്സ് ലെറ്റർ ബോക്സിൽ ഉപേക്ഷിക്കുന്ന ഒരു പതിവ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് ഇത് കാണുക. അപ്പോൾ അതിനകത്ത് കാശുണ്ടായിരിക്കില്ല, പക്ഷേ പാർട്ടിയുടെ ചിലപ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ വിലപ്പെട്ട രേഖകൾ പലതും അതിൽ കിട്ടും. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാറുണ്ട്. കാര്യം ആധാർ കാർഡിലൊക്കെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ അഡ്രസ്സ് ഉണ്ടാകും. നമ്മൾ അയച്ചു കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യാനും പിന്നീട് അതിൻ്റെ പിന്നാലെ നിൽക്കാനും ഒരുപാട് വിഷമങ്ങളാണ്. അപ്പോൾ അത് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്രയെങ്കിലും ഒരു ആശ്വാസമായിരിക്കുമല്ലോ. അതിലൊരു വലിയൊരു അനുഭവം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു തവണ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു വലിയ പേഴ്സാണ്. ആ പേഴ്സിനകത്ത് പൈസ ഉണ്ടായിരുന്നു, 4500 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോക്കറ്റ് അടിച്ചതല്ല എന്നുള്ളത് വ്യക്തമാണ്, കളഞ്ഞു പോയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇവിടെ വളരെ അടുത്താണ്. പക്ഷെ ആ വന്നിരിക്കുന്ന ഭക്തൻ, ആ പേഴ്സ് കിട്ടിയിരിക്കുന്ന ഭക്തന് പക്ഷെ അത് അറിയുമായിരിക്കില്ല. അദ്ദേഹം ഞങ്ങളെ വിശ്വസിച്ച് പോസ്റ്റ് ഓഫീസിന്റെ ലെറ്റർ ബോക്സിൽ ഈ 4500 രൂപ ക്യാഷുള്ള പേഴ്സ് നിക്ഷേപിച്ചേക്കാണ്. കിട്ടിയ ഉടനെ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്ത വ്യക്തി എനിക്കത് കൊണ്ടു തന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 500-ന്റെ 9 നോട്ടുണ്ട്. അത് കൂടാതെ എന്നെ വിഷമിപ്പിച്ച സംഘം അത് മാത്രമല്ല, ബാംഗ്ലൂർ മെട്രോൻ്റെ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ സ്റ്റീൽ കീ, ഡോറിൻ്റെ കീ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ കീ ഉൾപ്പെടെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായി അത്ര അത്യാവശ്യമുള്ളതാണെന്നുള്ളത്. ഞാൻ കോൺടാക്ട് ചെയ്യാനായിട്ട് ആ പേഴ്സ് പരത്തി നോക്കി. ആകെ കൂടി അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ, അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ വിസിറ്റിംഗ് കാർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്തു, പക്ഷേ അദ്ദേഹം കണ്ടില്ല. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇൻവോയ്സ് തയ്യാറാക്കി എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. എന്നിട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയിട്ട് അത് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്കും എനിക്ക് കോളുകൾ വന്നു തുടങ്ങി. ശരിക്കും ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നെ വിളിച്ചു. അത് ഈ വ്യക്തി തന്നെ നേരിട്ട് വിളിച്ചു. അദ്ദേഹം ഇവിടെ നിന്ന് പോയി. അദ്ദേഹം ഏകദേശം അത് ഉപേക്ഷിച്ച മട്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി എന്നുള്ള വിഷമത്തിൽ അദ്ദേഹം പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു, പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു, പോലീസിൻ്റെ നമ്പർ ഞാൻ തരാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ആ റിലേറ്റീവ് വന്ന് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് വാട്സപ്പ് കോൾ ചെയ്തിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്തു റിലേറ്റീവിന്. അതിനുശേഷം അദ്ദേഹം നന്ദി പറഞ്ഞ് എനിക്ക് വിളിച്ചു. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൻ്റെ റിവ്യൂ ഉണ്ട്, നമ്മൾ ഗൂഗിളിൽ റിവ്യൂ നോക്കാം. ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ റിവ്യൂ നോക്കുമല്ലോ. അപ്പോൾ ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൻ്റെ റിവ്യൂ നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾ അതിശയപ്പെടും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പോലെ 4.5 സ്റ്റാറൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൻ്റെ റിവ്യൂ. അതിനകത്തൊരു റിവ്യൂ അദ്ദേഹം രേഖപ്പെടുത്തി തന്നു. അദ്ദേഹം അത് ഉപേക്ഷിച്ചതായിരുന്നു. എന്നാലും ഗുരുവായൂർ വന്നിട്ട് അദ്ദേഹത്തിന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അത് ഞാൻ സർക്കിൾ ലെവലിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന 2 അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രം. സന്തോഷം.